തൻ്റെ ഭാര്യയോടൊപ്പം കൂട്ടുകാരിയോടും കൂടി 3 പേർക്ക് ഒരുമിച്ച് ബന്ധപ്പെടണമെന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന ഭർത്താവ്. എന്നാൽ തൻ്റെ ഭാര്യയാണെങ്കിൽ അതിനൊന്നും സമ്മതിക്കാതിരിക്കും. ഇതേ സമയം തന്നെ ഭർത്താവ് അറിയാതെ തന്നെ ഭാര്യയുടെ കൂട്ടുകാരിക്ക് അവനോട് ചെറിയൊരു ഇഷ്ടവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും അറിയാതെ ആ ഭാര്യയാണെങ്കിൽ ലെസ്ബിയനുമായിരുന്നു, അവളുടെ കൂട്ടുകാരിയോട് ഒരു ആകർഷണം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ 3 പേരും എങ്ങനെയാണ് ഇതൊക്കെ സോൾവ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഹെർ എന്ന് പറഞ്ഞ് 2022 റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നായകനായിട്ടുള്ള ജോണിനെയാണ്. അവനാണെങ്കിൽ ഒരു വോളിബോൾ കളിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെയാണെങ്കിൽ ഒരു പരസ്യത്തിൻ്റെ ഫോട്ടോഷൂട്ടിന് വിളിക്കും. അതേസമയമാണ് അവിടെ ലീ എന്ന് പറഞ്ഞൊരു പെണ്ണ് വരുന്നത്. അവളായിരുന്നു ജോണിൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. ജോണിനാണെങ്കിൽ നൈസായിട്ട് ലീന് ഒരു നോട്ടം ഉണ്ടായിരുന്നു. ലീക്കും അതുപോലെ തന്നെ ജോണിനെ എന്തൊക്കെയോ ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കും. ഇതേ സമയത്ത് നമ്മളെ മിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടീനെ കാണിക്കും. അവളാണെങ്കിൽ ഇങ്ങനെ ജോണിൻ്റെ ഫോട്ടോ ആണ് ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അവൾക്ക് ജോണിനോടൊരു ഇഷ്ടവും പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹമൊക്കെ ഇങ്ങനെ തോന്നി തുടങ്ങുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണിക്കുന്ന കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണ്. അപ്പോഴാണെങ്കിൽ ജോൺ ആണെങ്കിൽ അന്നത്തെ ലീനെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണിൻ്റെ കാലിന് പരിക്ക് പറ്റിയിരിക്കുന്നതായിരുന്നു. കാരണം എന്നാന്ന് വെച്ചാൽ വോളിബോൾ കളിക്കിടെ ഒരു അപകടം പറ്റിയിട്ടുള്ളതുകൊണ്ട് ഇനി തൊട്ട് ജോണിനാണെങ്കിൽ വോളിബോൾ കളിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ജോണിന് പരിക്ക് പറ്റിയുകൊണ്ട് ലീ ആയിരുന്നു ജോണിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവരാണെങ്കിൽ നല്ല സന്തോഷത്തോടെയൊക്കെ ആയിരുന്നു പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ജോണിനാണെങ്കിൽ ഉള്ളി ഒരേ സമയം 2 സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസമാണെങ്കിൽ ലീ വന്ന് ജോണിനോട് പറയുന്നത് അവൾ ഗർഭിണിയാണെന്ന്. അങ്ങനെ ജോണാണെങ്കിൽ ശരിക്കും സന്തോഷിക്കുകയൊക്കെ ചെയ്യും. പിന്നീട് നമ്മളെ കാണിക്കുന്ന കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ജോണാണെങ്കിൽ അവൻ്റെ ഓഫീസിൽ ഇരിക്കുന്നതായിരുന്നു. അവൻ വോളിബോൾ കളിയൊക്കെ നിർത്തിയെങ്കിലും അവനാണെങ്കിൽ കുടുംബം നോക്കാൻ പൈസ വേണ്ടതുകൊണ്ട് ആളുകളെ ആണെങ്കിൽ ബാക്കി രാജ്യത്തേക്ക് കയറ്റി വിടുന്ന ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് അത് നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ലീ ആണെങ്കിൽ ഇതേ സമയം വീട്ടുപണിയിലൊക്കെ ആയിരുന്നു. പെട്ടെന്നാണ് അവളാണെങ്കിൽ കാല് തന്നെ വീഴുന്നതും വയറിനാണെങ്കിൽ പരിക്ക് പറ്റുന്നതും. അതുകൊണ്ട് തന്നെ അവൾക്കാണെങ്കിൽ അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുകയും ഒരുപാട് രക്തസ്രാവമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ജോണിനോട് ഇതെല്ലാം പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ ജോണും ഭയങ്കരമായിട്ട് വിഷമാവും. പിന്നീട് അവനാണെങ്കിൽ ലീനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പതിയെ ദിവസങ്ങൾ കടന്നു പോകുന്നതനുസരിച്ച് രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കാകാൻ തുടങ്ങും. അങ്ങനെ ലീക്ക് ഒരു കാര്യം പിടികിട്ടും, അന്ന് ആ പരിക്കുണ്ടായതുകൊണ്ട് ഇനി ഒരിക്കലും അവൾക്കൊരു അമ്മയാകാൻ പറ്റത്തില്ലെന്നൊക്കെ. അതുകൊണ്ട് തന്നെ അവൾക്കാണെങ്കിൽ ഭയങ്കര വിഷമവും ദേഷ്യവും ഒക്കെ പെട്ടെന്ന് വരാൻ തുടങ്ങുമായിരുന്നു. ജോണിനാണെങ്കിൽ ബിസിനസ് ഒന്നും നല്ലപോലെ പോകാത്തതുകൊണ്ട് ജോണിനും ഭയങ്കരമായിട്ട് ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഒരിക്കലും കൂടാത്ത പോലെ എന്നും അടിയുണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം ജോണാണെങ്കിൽ ഓഫീസിലേക്ക് പോകുമ്പോഴാണ് വഴിയിൽ ആ പഴയ മിയ നിൽക്കുന്നത്. മിയാനാണെങ്കിൽ ജോണിനോട് ലിഫ്റ്റ് ചോദിക്കും. അങ്ങനെ അവളുടെ സൗന്ദര്യമൊക്കെ കാണുമ്പോഴത്തേക്കിനും ജോണാണെങ്കിൽ അവളെ കാറിലോട്ട് കയറ്റും. അങ്ങനെ രണ്ടുപേരും പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും മിയാനാണെങ്കിൽ നേരത്തെ തൊട്ടേ ജോണിനോട് ഒരു ആകർഷണമൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ജോണിനും അവളോട് ഒരു ചെറിയ ആകർഷണമൊക്കെ തോന്നി തുടങ്ങും. പിന്നീട് രണ്ടുപേരും കമ്പനിയായിട്ട് ജോണാണെങ്കിൽ അവൻ്റെ കാര്യങ്ങളെല്ലാം പറയും. പിന്നീട് ജോണാണെങ്കിൽ അവളെ കൊണ്ട് അവൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് മിയാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂട് ഇട്ടിട്ട് ജാക്കറ്റൊക്കെ ഊരി മാറ്റുന്നത്. പെട്ടെന്ന് ജോണാണെങ്കിൽ അവളെ ആണെങ്കിൽ ഒന്ന് അടിമുടി നോക്കും. പിന്നീട് അവർ തമ്മിലങ്ങ് അവിടെ വെച്ച് അങ്ങ് ബന്ധപ്പെടും. അതിനുശേഷം മിയാനാണെങ്കിൽ ആ ബന്ധപ്പെട്ടതിൻ്റെ മെമ്മറീസിന് വേണ്ടി രണ്ടുപേരും കൂടെ സെൽഫിയൊക്കെ എടുക്കും. ജോൺ അത് വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അവനാണെങ്കിൽ മിയാൻ്റെ സൗന്ദര്യത്തിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. പിന്നീട് ജോണാണെങ്കിൽ വീട്ടിലേക്ക് ഇല്ലും. അവിടെ ലീഡ് അടുത്ത് എന്നിട്ട് വീണ്ടും ലീവായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി നോക്കും. കാരണം ഒരു പ്രാവശ്യം ബന്ധപ്പെട്ടുകൊണ്ട് അവൻ വീണ്ടും ആ മൂഡിലൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ അവർ ബന്ധപ്പെടാൻ തുടങ്ങുമ്പോഴത്തേക്കിനുമാണ് മിയാൻ്റെ മെസ്സേജ് വരുന്നത്. പക്ഷേ ജോണിനാണെങ്കിൽ അതെടുക്കാൻ താല്പര്യമില്ലായിരുന്നു. കാരണം അവനാണെങ്കിൽ ഭാര്യനെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരുത്തനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ലീയുടെ കൂടെ തന്നെ ഇരിക്കാൻ തീരുമാനിക്കും. പിറ്റേ ദിവസമാണെങ്കിൽ ജോണാണെങ്കിൽ ഓഫീസിലേക്ക് പോകും. ലീ എപ്പോഴത്തേം പോലെ തന്നെ വീട്ടുപണിയുടെ തിരക്കിലേക്കാണ്. അന്നേരമാണ് മിയാനാണെങ്കിൽ ജോണിൻ്റെ വീടിൻ്റെ പുറത്ത് വന്നിട്ട് അവൻ്റെ വീടിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നീട് ജോണാണെങ്കിൽ ഓഫീസിലെത്തിയ ശേഷം കൂട്ടുകാരുടെയൊക്കെ ഒപ്പമാണെങ്കിൽ അവിടെ പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓഫീസിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പാർട്ടിയൊക്കെ നടത്താറുണ്ടായിരുന്നു. അന്നേരമാണ് മിയാനാണെങ്കിൽ അങ്ങോട്ട് വരുന്നത്. അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് വന്നിട്ട് ജോണിനോടാണെങ്കിൽ ഫോൺ എടുക്കാത്തതിൻ്റെ കാരണം എന്നാണെന്ന് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അന്നേരമാണ് ജോൺ പറയുന്നത് അവൻ ഓൾറെഡി മാരിയിടുക, അതുകൊണ്ട് ഇവളുടെ കൂടി ഇങ്ങനെ ബന്ധമൊന്നും വെച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല, അവനൊരു മാന്യതയൊക്കെ ഉണ്ടെന്ന് പറയും. അങ്ങനെ മിയാൻ കിടന്ന് അവിടെ ബഹളം വെക്കുമ്പോഴത്തേക്കും ജോണിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടാണെങ്കിൽ അവളെ അവിടെ വെച്ച് ആക്രമിക്കാനൊക്കെ നോക്കും. പക്ഷേ ജോണാണെങ്കിൽ തടയും. ഇതാണെങ്കിൽ ഭയങ്കരമായിട്ട് മിയാന് വിഷമം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. മിയാനാണെങ്കിൽ എങ്ങനെയും ജോണിനോട് പ്രതികാരം ചെയ്യുമെന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് ലീ ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിനൊപ്പം ഇങ്ങനെ കപ്പലിരിക്കുമ്പോഴത്തേക്കിനുമാണ് അവിടെ മിയാൻ എത്തുന്നത്. അങ്ങനെ മിയാനും ലീയും തമ്മിൽ കമ്പനിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ലീയുടെ ആ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരുന്നു മിയാൻ. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നതോറും ഇവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിലാണ് ആ ജോണിൻ്റെ ബിസിനസ് ആണെങ്കിൽ പൂട്ടിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ജോണാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലാവുകയും മയക്കുമരുന്നടിക്കാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യമാണെങ്കിൽ ലീ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോണിൻ്റെ ലീയുടെ ഇടയ്ക്ക് വീണ്ടും വഴക്കുകൾ തുടങ്ങിക്കൊണ്ടിരിക്കും.
ലീ ജോണിനെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജോണാണെങ്കിൽ ഇതൊന്നും മൈൻഡാക്കാതെ വീണ്ടും വീണ്ടും ഡ്രഗ്സ് അടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം ലീ ആണെങ്കിൽ മിയാനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരും. ലീക്കാണെങ്കിൽ ജോണിനെ മിയാനെ പരിചയപ്പെടുത്തി കൊടുക്കാനായിരുന്നു. മിയാനെ വീട്ടിലെത്തിച്ച ശേഷമാണെങ്കിൽ ലീ ആണെങ്കിൽ ചായ ഉണ്ടാക്കാനത്തേക്ക് പോകും. അന്നേരമാണ് മിയാനാണെങ്കിൽ വീടൊന്ന് ചുറ്റി നോക്കുന്നത്. അവിടെ ജോണിൻ്റെ മെഡലൊക്കെ കാണുമ്പോൾ അവളാണെങ്കിൽ അതെടുത്ത് കഴുത്തിലേക്ക് ഇടും. അന്നേരമാണ് ജോണാണെങ്കിൽ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വരുന്നത്. മിയാനാണെങ്കിൽ പെട്ടെന്ന് ഒളിച്ചിരിക്കും. ജോണാണെങ്കിൽ അവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ഡ്രഗ്സ് എടുത്ത് ഉപയോഗിച്ച ശേഷം ആ സോഫയിലേക്ക് അങ്ങ് ബോധം പോയ പോലെ കിടക്കും. കുറച്ച് കഴിഞ്ഞ് മിയാനാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കിനും ജോണാണെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥയിലാണെന്ന് പിടികിട്ടും. മിയാനാണെങ്കിൽ ഇപ്പോഴും ജോണിനൊരു ദേഷ്യം ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ അവൻ്റെ ഒരു പണി കൊടുത്താലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കിനാണ് പെട്ടെന്ന് ലീ അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തൽക്കാലം മിയാനാണെങ്കിൽ അതിൽ നിന്ന് അങ്ങ് മാറും. ലീ വന്ന ഉടനെ ജോണിൻ്റെ മെഡൽ എന്തിനാണ് കഴുത്തിയിട്ടേക്കുന്നതെന്ന് ചോദിക്കും. അന്നേരമാണ് മിയാനാണെങ്കിൽ അതെടുത്ത് മാറ്റി വെക്കുന്നത്. അങ്ങനെ കുറേ നേരം അവളാണെങ്കിൽ മിണ്ടായിരുന്ന ശേഷം ലീയോടുള്ള സത്യമെല്ലാം പറയും. ജോണും വീളും തമ്മിൽ ഒരു തവണ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്. ആദ്യം ലീക്കാണെങ്കിൽ അതൊന്നും വിശ്വാസമില്ലായിരുന്നു. അന്നേരമാണ് മിയാനാണെങ്കിൽ അന്നെടുത്ത് ആ സെൽഫികൾ കാണിക്കുന്നത്. അതോടുകൂടി ലീക്ക് വിശ്വാസം വരുവാന്ന് തന്നെയല്ല, അപ്പം തന്നെ ദേഷ്യപ്പെട്ടിട്ട് ഇവളെയാണെങ്കിൽ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. അങ്ങനെ അന്ന് രാത്രി ജോണിന് ബോധം വന്നു കഴിയുമ്പോഴത്തേക്കും ലീ ആണെങ്കിൽ അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ആദ്യമേയൊക്കെ ജോൺ സമ്മതിച്ചില്ലല്ലോ, പിന്നീട് സത്യം തുറന്ന് പറയേണ്ടി വരും. അവനാണെങ്കിൽ ലീയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ലീക്കാണെങ്കിൽ ജോണിനോട് പെട്ടെന്ന് മാപ്പ് പറയാൻ തോന്നുന്നില്ലായിരുന്നു. അവളാണെങ്കിൽ ശരിക്കും അവനോട് ചൂടൊക്കെ ആകും. ഇതേ സമയത്ത് മിയാനും ലീവായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് കുറച്ച് വിഷമിച്ച് വീട്ടിയിരിക്കുമായിരുന്നു. അന്നേരമാണ് ലീ ആണെങ്കിൽ മിയാൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ആദ്യമൊക്കെ ചെറിയൊരു പാഠം ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ലീയും മിയാനും തമ്മിൽ അവിടെ വെച്ച് അങ്ങ് ബന്ധപ്പെടും. പിന്നീട് ലീ ആണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ജോണാ എവിടെ പോയതാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ലീ പറയും അവൾ പുതിയൊരാളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്ന്. ജോണിനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരും. അന്നേരമാണ് ലീ പറയുന്നത് ഇവനാണെങ്കിൽ വേറെ ആൾക്കാരോട് ബന്ധം വെക്കാമെങ്കിൽ ഇവൾക്ക് എന്തുകൊണ്ട് വെക്കത്തില്ലെന്നൊക്കെ. അപ്പോൾ ജോണാണെങ്കിൽ അത് ആരാന്ന് ചോദിക്കും. പക്ഷേ ലീ ആണെങ്കിൽ അത് ആരാന്ന് പറയുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഇവർ തമ്മിൽ ശരിക്കും വഴക്കാവും. അങ്ങനെ ഇവർ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനാണ് മിയാനാണെങ്കിൽ അങ്ങോട്ട് വരുന്നത്. മിയാനെ കണ്ട ഉടനെ ജോണാണെങ്കിൽ അവളെ തല്ലാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലും. പക്ഷേ ലീ ആണെങ്കിൽ ജോണിനെ തടയും. പിന്നീട് ജോണിൻ്റെ എഫക്റ്റൊക്കെ പോയിട്ട് ബോധം വന്ന് കഴിയുമ്പോഴത്തേക്കിനുമാണെങ്കിൽ ലീ പറയുന്നത് അവളാണെങ്കിൽ ഇപ്പോൾ മിയാനുമായിട്ട് ഇഷ്ടത്തിലാണെന്നും അവർ തമ്മിൽ ഒരുപാട് തവണ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ. ജോണിനാണെങ്കിൽ കാര്യം പിടികിട്ടും ലീ ആണെങ്കിൽ ബൈസെക്ഷലാണെന്നുള്ള കാര്യം. പക്ഷെ അവനാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അവനാണെങ്കിൽ അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കും മിയാൻ നല്ലവളൊന്നും അല്ലെന്നൊക്കെ. പക്ഷെ ലീ ആണെങ്കിൽ ജോണിൻ്റെ വാക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു. അവൾക്കാണെങ്കിൽ കൂട്ടിന് മിയാനും കൂടെ വേണം. ജോണിന് ആദ്യമേ അംഗീകരിക്കാനൊന്നും തയ്യാറല്ലായിരുന്നു. പിന്നീട് അവൻ സമ്മതിക്കും. പിന്നീട് അവർ മൂന്നും എന്നും ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങും. പിന്നീടാണ് മിയാനാണെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് ജോണിനെ കാണുന്നത്. ജോണാണെങ്കിൽ അവളോട് ചോദിക്കും ഇവർ തമ്മിലുള്ള പ്രശ്നത്തിനിടെ ലീനെ എന്തിനാ വലിച്ചിട്ടതെന്ന്. അന്നേരമാണ് മിയാൻ പറയുന്നത് ലീനെ കുടുക്കിയിട്ടൊന്നുമില്ല, ആദ്യം ഇങ്ങനെ പ്രതികാരം ചെയ്യണമെന്നൊക്കെ തോന്നി, പിന്നീടാണ് ലീയോട് ശരിക്കും ഇഷ്ടമായി പോയെന്നൊക്കെ. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും ജോണിന് പിടികിട്ടും ഇനി അവളാണെങ്കിൽ ഒഴിഞ്ഞു പോകത്തില്ലെന്ന്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നതനുസരിച്ച് ജോണിനാണെങ്കിൽ മിയാനോടുള്ള ദേഷ്യം കൂടി വന്നുകൊണ്ടിരിക്കും. ഒരു ദിവസമാണെങ്കിൽ അവൻ പൊട്ടിത്തെറിക്കും. അങ്ങനെ അവനാണെങ്കിൽ അവളെ കൊല്ലാൻ നോക്കുമ്പോഴത്തേക്കിനുമാണ് മിയാനെ രക്ഷിക്കാൻ വേണ്ടി ലീ ഓടി വരുന്നതും ജോണിനെ ആണെങ്കിൽ കൊല്ലുന്നതും. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ജോൺ മരിച്ച ശേഷം ലീയും മിയാനും കൂടെ ഒരുമിച്ച് ലെസ്ബിയനായിട്ട് ജീവിച്ചു പോകുന്നതാണ്. അതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും.